അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലായിടത്തും മാപ്പ് ചോദിക്കുകയാണ്. ഈ ഒരു വിഷയങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. മറ്റൊരു ഉദ്ദേശത്തിലല്ല ഞാൻ PSG ഗ്യാങ് നാട്ടിലെ ഗ്യാങ്ങിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഓൾറെഡി PSG ഗ്യാങ്ങിന് കുറേ ബാഡ് നെയിം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റണമെന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ചെയ്തിട്ടുള്ളൊരു ഡ്രാമയായിരുന്നു. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ പൊറുക്കാൻ പറ്റുന്ന തെറ്റല്ല ചെയ്തതെന്നുള്ളത് എനിക്കറിയാം. എൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ അങ്ങനെയാണ്. എനിക്ക് കഴിയുന്നില്ല ഒന്നിനും. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ കാര്യങ്ങളൊരു വിശദമായിട്ട് എനിക്ക് എന്തുണ്ടായതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇപ്പം എനിക്കിത് പറയാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ഒടുവിൽ കുറ്റം സമ്മതിച്ചേക്കുവാണ് നിഷാൻ. എന്തൊക്കെ നാടകങ്ങളായിരുന്നു, അവസാനം വന്ന് മാപ്പം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് സംഭവം എന്നറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് അഖിൽമാരാർ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിൽ പലസ്തീനും അതുപോലെ തന്നെ ഇസ്രയേലും തമ്മിലുള്ള കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് 2 രാജ്യങ്ങൾ മാത്രമാണ്, 2 രാജ്യത്തെ മനുഷ്യർ മാത്രമാണ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ പ്രതികരിച്ചുണ്ടെങ്കിൽ ഈ ഒരു നിഷാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിൻ്റെ വീട്ടിലൊക്കെ ഇത് കണക്ക് സംഭവിച്ചാൽ നീ ഇത് കണക്ക് പറയുമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ നിഷാൻ തന്നെ പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവൻ കാറിൽ പോകുന്ന വഴിക്ക് ആരൊക്കെയോ 2 പേര് ചേർന്ന് തടഞ്ഞു നിർത്തി, ഫാമിലിയായിട്ട് പോയപ്പോഴാണ് തടഞ്ഞു നിർത്തിയത്. അതുപോലെ തന്നെ കാറിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ അടിച്ച് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ആ ഒരു സമയത്ത് നടന്നപ്പോൾ വീഡിയോ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ടുള്ള വിഷമമാണ്, ഭയങ്കര പേടിയാണ്, ഇപ്പം വെളിയിൽ ഇറങ്ങാൻ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് സപ്പോർട്ടായിട്ട് ഷാജഹാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷാജഹാൻ ഇതാരാണോ ചെയ്തത് അവരെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞിട്ട് ഷാജഹാൻ ഉണ്ടെങ്കിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ കണ്ടുപിടിച്ചു, അവനിട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം അറിഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇവരുടെ പ്ലാനാണ് എന്നുള്ളതാണ്. ഇവർക്കൊരു ഗ്യാങ് പോലെ ഉണ്ട്, ഈ ഒരു തൊപ്പി ഗ്യാങ് അങ്ങനത്തെ ഉള്ള ഒരു ഗ്യാങ് പോലെ ഇവർക്കൊരു ഗ്യാങ് ഉണ്ട്. ഇത് വലിയ നിലയിൽ എത്തിക്കാൻ വേണ്ടി ഇവർ തന്നെ ഇട്ടൊരു പ്ലാനാണ്. ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇപ്പം വെളിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നമ്മളെ പറ്റിയാണ് അധികമായിട്ട് സംസാരിക്കുന്നത്. നമ്മൾ വൈകാതെ തന്നെ തൊപ്പിയൊക്കെ മേളിൽ പോകും, കറക്റ്റായിട്ടുള്ള രീതിയിലാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സംസാരിച്ചത് വാട്സപ്പ് ആ ഒരു റെക്കോർഡൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇപ്പം ഇത് ഭയങ്കരമായിട്ട് പ്രശ്നമായപ്പോൾ മാപ്പ് ചോദിച്ച് ഇപ്പം നിഷാനും ഷാജഹാനും ഒക്കെ വന്നിരിക്കുകയാണ്.